ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ്ടെക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് വടം മൂവിയുടെ കാസ്റ്റ് ക്രൂ ആണ്. വെൽക്കം ഓൾ. Thank you. How are you? Doing good. Great. Okay. I want to start with producer. So you're co-producer of this movie. Yes. So ഒരു മൂവിയുടെ പില്ലർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. സോ വാട്ട് യു വാണ്ട് ടു ടെൽ അബൌട്ട് വടം? Yeah, sure. ഇത് ആക്ച്വലി മാസാനി പിക്ചേഴ്സ് ആണ് ഇതിന്റെ ബാനർ. നമ്മൾ കോ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കേരളയിൽ. ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിൽ അത്ര സുപരിചിതമല്ലാത്തൊരു മത്സരം വടമഞ്ച് വരട്ട് എന്ന് പറയും. ഞാൻ തമിഴ്നാട്ടിൽ പോലും മധുരൈ സൈഡിലാണ് ഇതിന് ഒരു പ്രചാരമുള്ളത്. അത് നമ്മുടെ ജല്ലിക്കെട്ട് എന്ന് ഒരുവിധം എല്ലാവർക്കും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിന് തന്നെ വേറൊരു ഫോം ഓഫ് കോമ്പറ്റീഷൻ ആണ്. ഇതില് നമ്മുടെ മാടിനെ കാളേനെ ഡ്രോപ്പിൽ ടൈ ചെയ്യും. വടം വെച്ച് ടൈ ചെയ്ത് ഗ്രൗണ്ടിന് നടുക്ക് ടൈ ചെയ്ത് വെച്ചിട്ടാണ് ഇതിനെ അഴിച്ചു വിടുക. അപ്പോൾ ഇതിൽ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിനെ പിടിക്കണം. ഒരു ടൈം ഉണ്ടാവും, അതിനൊരു 20 minutes. അപ്പോൾ ഇതിൽ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാട് തോറ്റു, പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മാട് ജയിച്ചു. അതാണ് ഇതിന്റെ ഒരു കളി. ഇത് ജസ്റ്റ് ഒരു കളിയാണ്. പക്ഷെ മൂവി ഇത് ബേസ്ഡ് ആണെന്നേ ഉള്ളൂ. ഇപ്പൊ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്ന ആ കാളയാണെങ്കിൽ പോലും ത്രൂ ഔട്ട് നമ്മുടെ മൂവി ബേസ്ഡ് ഓൺ ഈ തീമാണ്. പക്ഷെ ഈ മൂവി ആക്ച്വലി വന്നിട്ട് നമുക്കൊരു ഫാമിലി ഡ്രാമ എന്ന് പറയാൻ പറ്റും. അതുപോലെ നമുക്ക് നല്ലൊരു 4-5 സോങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസസ് വരുന്നുണ്ട്, റൊമാൻസ് വരുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഫുൾ പാക്ക് ഫാമിലി എന്റർടൈനർ ആണ്. അപ്പൊ അതാണ് ശരിക്കും ഒരു ഔട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. Iman sir. Hi, hello. Welcome to Kerala. Yeah, Okay. it's the first time I'm meeting the media. Media. Okay. For these years, it's the first time. I think you have done almost 100 movies, Yeah, and 125. 125 movies. So Vadam, as our producer said, is a heavy subject, family drama. So what are preparations you have done for this movie? Even though you have done different genres before, for Vadam, what are preparations you have Now, done? in particular to this genre, especially for this rural genre, I've done many films before. Yeah. But the act of the bull, and then in fact about the sport which this particular film expresses, that is something unique. Because when it comes to the Tamil Nadu rural nativity folk, many films have given detail about this sport called Jallikattu. But this particular sport, this Vadam Manju Varattu, this is one unique kind of a sport which is not that much into the knowledge of the people's mind. So that area, it is much not that much explored. So this particular plot, and even by the cast and the crew around it, and then the way they have shaped up the film, but the script and even the narrative process, I think it will make the audience give up what we watched the film. And I hope this film will be intriguing as well. Thank you. Heroines. സോ സിനീർ, സിനി ഈ മൂവിയുടെ ഒരു പാർട്ടാണ്. അതെ. അപ്പൊ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ഞാൻ ആക്ച്വലി ഹീറോയിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണ്. ദെൻ ബാലസരവണൻ കോമഡി ആർട്ടിസ്റ്റ്, അവരുടെ ഒരു പെയറായിട്ട് ഞാൻ വരും. സോ നല്ലൊരു റോളാണ് എനിക്കും. നല്ലൊരു സ്ക്രീൻ പ്ലേ ഉണ്ട്. സോ ഈ മൂവി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സോ നാളേക്ക് റിലീസാണ്. സോ അത് എല്ലാവരും പോയി കാണണം. Excited ആണോ? അതെ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. You? അപ്പം എൻ്റെ പേര് ഗായത്രി ആണ്, ഗായത്രി മയൂര. ബട്ട് തമിഴിൽ ഇപ്പം ഞാൻ ദ്വിവിക എന്ന് പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പെർട്ടിക്കുലർ മൂവിയിൽ ഞാൻ നട്ടി സർ, അതായത് നട്ടി സുബ്രഹ്മണ്യം സാറിന്റെ പേരായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നായികയായ സംഗീതയുടെ അക്ക ക്യാരക്ടറായിട്ട്. സോ അതൊക്കെ അങ്ങനെ ത്രൂ ഔട്ട് ദ സ്റ്റോറിയിലുണ്ട്. ആൻഡ് എന്താ പറയുക, ഡിഫറെന്റ് ലുക്സ് ആണ്. ഫസ്റ്റ് ഹാഫ് ഒരു ലുക്കാണ്, സെക്കൻഡ് ഹാഫ് ഒരു ലുക്ക്. അങ്ങനെ 2 ഡിഫറെന്റ് ലുക്സ് ആണ് ഇതിൽ ക്യാരി ചെയ്യുന്നത്. ആൻഡ് ടോട്ടലി പടം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് ഈച്ച് ആൻഡ് എവ്രി വൺ ഹു ഈസ് സിറ്റിംഗ് ഹിയർ. എസ്പെഷ്യലി നമ്മൾ ഒരുപാട് പാട്ടുകൾ ഒരുപാട് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. സാറിൻ്റെ ഒക്കെ ഒരു വലിയ ഫാനാണ് മോഹൻ സാറിൻ്റെ ഒക്കെ. ആൻഡ് ഇറ്റ്സ് എ പ്രിവിലേജ് ദാറ്റ് ഞങ്ങൾക്കൊക്കെ ഈ പടത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ചിന്മയ മാം, ശ്വേത മോഹൻ മാം, ഇവരുടെയൊക്കെ സോങ്സിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം.